കൈത്താക്കാലം മൂന്നാം തിങ്കൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഇടുങ്ങിയ വാതിൽ, രക്ഷയുടെ വാതിൽ. നീണ്ട ഗിരിപ്രഭാഷണത്തിന്റെ പരിസമാപ്തി വചനങ്ങളാണ് ഇന്നത്തെ വായന. ലൗകിക മൂല്യങ്ങളുടെ സ്ഥാനത്ത് സ്വർഗീയ മൂല്യങ്ങൾ അവതരിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഗിരിപ്രഭാഷണം. ഘടകവിരുദ്ധങ്ങളായ ചില മാനദണ്ഡങ്ങളാണ് അല്ലെങ്കിൽ വലിയ വെല്ലുവിളികളാണ് ഉപസംഹാരത്തിൽ നാം കാണുക. ഇടുങ്ങിയ വഴി, വിശാല വഴി. സഹനം, ഒറ്റപ്പെടൽ, അവഹേളനം, പീഡനം ഒക്കെയാണ് ഇടുങ്ങിയ വഴിയുടെ ലക്ഷണങ്ങൾ. എന്നാൽ ബഹളം വച്ചും കർത്താവേ കർത്താവേ എന്ന് വിളിച്ചും കർണകഠോരമായ ശബ്ദത്തിലും അതിരമിച്ച് ആനന്ദവൃത്തിയിലൂടെ ദൈവത്തെ നേടാം എന്ന് മഹാഭൂരിപക്ഷവും ധരിക്കുന്നു. എന്നാൽ അവരെ ദൈവം അറിയുന്നില്ല. ഫലങ്ങൾ പുറപ്പെടുവിക്കാത്ത ചീത്ത മരങ്ങളെ വെട്ടി തീയിലെറിയുന്ന പോലെ ദൈവീക ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല മരം പോലെയാകണം നാം. മനുഷ്യന്റെ അംഗീകാരമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകണം. ചെറിയൊരു കാറ്റടിച്ചാൽ തകർന്നു വീഴുന്ന വീടുകൾ പോലെയാണ് ഇന്ന് സഭ നൽകപ്പെടുന്ന വിശ്വാസ പരിശീലനങ്ങൾ ഏറെയും. ധ്യാന കേന്ദ്രങ്ങളിലെ വികാര വിസ്ഫോടന പ്രക്രിയയിൽ മയക്കി കിടത്തിയാൽ നിലനിൽക്കുന്നതല്ല വിശ്വാസ ജീവിതം. ബ്രഹ്മാണ്ഡ ദേവാലയ സമുച്ചയങ്ങളിലും ബഹളമുഖരിതമായ തിരുനാളുകളിലും ഊടുനേർച്ചകളും ദൈവം പ്രീതി സംപ്രീതനാകുന്നില്ല. വെറും ഉപരിപ്ലവകരമായ വിശ്വാസം മാത്രമാണ് നാം അനുവർത്തിച്ചു വരുന്നത്. അന്നത്തെ ഫരിസയരുടെ വെറും പതിപ്പുകൾ. ഫരിസയരുടെ നീതിയെ അതിലംഘിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയാണ് യേശു നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്.